പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനത്തെ വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ കേരളത്തിൽ 2-3 ദിവസത്തിനുള്ളിൽ കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു ട്രോളിക്കൊണ്ടിരിക്കുന്ന, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കല്യാണ വീഡിയോ, 2 പേരുകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യം, കല്യാണത്തിന് വിളിക്കുന്ന ആളുകൾ പാടുന്ന പാട്ടോ മറ്റു കാര്യങ്ങളോ ഈ കല്യാണത്തിന്റെ പുതുമണവാളനോ മണവാട്ടിയോ ഒരിക്കലും തന്നെ അറിയുന്നില്ല. എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചത് പ്രകാരം അദ്ദേഹവും ഇദ്ദേഹത്തെ വിളിച്ചു എന്നല്ലാതെ ഒരിക്കലും തന്നെ ഇദ്ദേഹം അങ്ങനെ ഒരു പാട്ട് പാടാനോ കാരണമായിട്ടില്ല. ആ ഒരു പെൺകുട്ടിന്റെ പേര് ഇന്ന് കേരളം കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സങ്കടകരമായ കാര്യം, ആ സ്ഥാനത്ത് ആ കുട്ടി ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റ് കാരണത്താലാണ് നിങ്ങൾ ആ കുട്ടി ആക്ഷേപിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഒരു കാര്യം ഉണ്ടെന്ന് നോക്കാം. പക്ഷെ ആ പേര് വീണ്ടും വീണ്ടും എല്ലാവരും ട്രോളിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിക്ക് എന്തുമാത്രം സങ്കടങ്ങൾ ഉണ്ടാകും, വിഷമം സംഭവിക്കും. ആ കുട്ടിക്ക് അതിൻ്റെ പേരിൽ ഒരു കടുങ്കൈ ചെയ്യാൻ തോന്നിയാൽ, അതുകൊണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ആദ്യ ആള് ചെയ്ത തെറ്റ്, പക്ഷേ എങ്കിൽ അത് അദ്ദേഹത്തിനല്ലേ ട്രോൾ ചെയ്യേണ്ടത്. ഈ കുട്ടി എന്ത് പേച്ചു, എല്ലാവരും ട്രോളുന്നത് അദ്ദേഹത്തെ തന്നെ ആയിരിക്കും. പക്ഷേ ഉള്ളുന്നത് കുട്ടിയുടെ ഹൃദയത്തിലാണെങ്കിലും, നമ്മുടെ പെങ്ങളാണെങ്കിൽ, നമ്മുടെ ഉമ്മയാണെങ്കിൽ, നമ്മുടെ ഭാര്യയാണെങ്കിൽ എത്രത്തോളം സങ്കടം ഉണ്ടായിരിക്കും. കല്യാണത്തിന്റെ തിരക്കിലാണ് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക. ഞാനും ഒരുപാട് കല്യാണ വേദികളിൽ പാടിയ ആളാണ്. ഞങ്ങൾ പാടുന്ന പാട്ടുകൾ തന്നെ കല്യാണത്തിന് പുതുമണവാളനും മണവാട്ടിയോ കേൾക്കുന്നത് 2-3 ദിവസം ശേഷമായിരിക്കും. അതിന്റെ വീഡിയോസുകൾ, ഓഡിയോസുകൾ അവരിലേക്ക് എത്തുന്ന സമയത്തായിരിക്കും. കല്യാണ തിരക്കിൽ ബുർദ കേൾക്കാനോ മറ്റു പാട്ട് കേൾക്കാനോ ആർക്കും സമയം ഉണ്ടാവുകയില്ല. ഈ ഒരു തെറ്റ് അവർക്ക് സംഭവിച്ച തെറ്റല്ല, പാടിയ ആൾക്ക് സംഭവിച്ച തെറ്റ്. അദ്ദേഹം അറിഞ്ഞു പാടിയതാണെങ്കിൽ അദ്ദേഹത്തിന് ചീത്ത പറയാം. പക്ഷേ നിരപരാധികളായ ഇവരുടെ പേര് എന്തിനെടുത്ത് വലിച്ചയക്കണം? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അത്.